നമസ്കാരം, എല്ലാവർക്കും ഗ്രീൻ സ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചെറിയൊരു പഴത്തോട്ടമാണ്. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങൾ അബിയു, അതുപോലെ കുറച്ച് ഡ്രമ്മിൽ മാവ്, വാഴ, കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ, അതുപോലെ തന്നെ കുറച്ച് പപ്പായ തൈ ഒക്കെയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ഇടവിളയായിട്ട് പപ്പായ കൃഷി ചെയ്യാനായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ ഇപ്പോൾ ചെയ്തു വരികയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി അബിയു ആണ്. ഇതിപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി ഇവിടുത്തെ ചെടികളൊക്കെ നട്ടിട്ട്. ഇതിൽ കുറച്ച് പ്ലാന്റ്സൊക്കെ നശിച്ചു പോയതാണ്. ഇടവിളയായിട്ട് ആദ്യം വാഴയായിരുന്നു നട്ടിരുന്നത്. എന്നാൽ കൃത്യമായിട്ട് പരിചരണം കിട്ടാത്തത് കൊണ്ട് ഒരുപാട് വാഴകൾ നശിച്ചു പോയി. അബിയുവിൻ്റെ ഇട സ്പേസുകളിൽ കുറച്ച് മാവിൻ്റെ തൈകൾ ഡ്രമ്മിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഡ്രമ്മിൽ വച്ചിട്ടുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതിനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു. നമ്മുടെ മാർക്കറ്റുകളിൽ അധികമൊന്നും ഇപ്പോൾ അബിയു കിട്ടിത്തുടങ്ങുന്ന സമയമായിട്ടില്ല. കാരണം ഒന്നിതിപ്പോൾ പുതുതായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഒരുപാട് പേര് വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നവരും ഇതിൽ ഉണ്ട്. കാരണം ഈ പഴത്തിൻ്റെ ഷെൽഫ് ലൈഫ് ഇത്തിരി കുറവായതുകൊണ്ടാണ് മാർക്കറ്റുകളിലൊന്നും അധികമായിട്ട് ഈ പഴം കിട്ടിത്തുടങ്ങാത്തത്. കണ്ടാൽ നമ്മുടെ മുട്ടപ്പഴത്തിൻ്റെ ഇലയോടൊക്കെ സാദൃശ്യമുണ്ടെങ്കിലും അബിയുവിൻ്റെ ടേസ്റ്റ് മുട്ടപ്പഴവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രുചിയാണ്. അത്യാവശ്യം ഒരു ഇളനീർ രുചിയൊക്കെയാണ് അബിയുവിനുള്ളത്. ഇവിടെ ഈ കുഴികളൊക്കെ എടുത്തിട്ടിരിക്കുന്നത് റെഡ് ലേഡി, അതുപോലെ റെഡ് റോയലിൻ്റെയൊക്കെ പപ്പായ തൈകൾ നടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ പല ഇനത്തിൽപ്പെട്ട കുറേയധികം മാവുകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സെൻസേഷൻ എന്ന് പറയുന്ന ഒരു മാവിനമാണ്. ഈ കാണുന്നത് അരുണിക എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്ന മാവ് റെഡ് ഐവറി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ കാണുന്നത് മിയാസാക്കി എന്ന് പറയുന്ന മാവിനമാണ്. ഈ കാണുന്നത് ബനാന മാംഗോ എന്ന് പറയുന്ന ഒരു മാവിനമാണ്. ഈ കാണുന്ന പ്ലാന്റും ബനാന മാംഗോയുടെ ഒരു പ്ലാന്റാണ്. ഈ കാണുന്നതിൽ അധികവും നാംഡോഗ്മായി എന്ന് പറയുന്ന വെറൈറ്റി മാവിൻ്റെ തൈകളാണ്. ഈ കാണുന്നത് R2E2 എന്ന് പറയുന്ന ഒരു മാവിനമാണ്. ഓസ്ട്രേലിയൻ മാംഗോ എന്നൊക്കെ അറിയപ്പെടും. വളരെ മികച്ചൊരു വെറൈറ്റി കൂടിയാണിത്. ഈ കാണുന്ന മാവിനം കാട്ടിമോൺ എന്ന് പറയുന്ന ഒരു മാവിനമാണ്. ഈ കാണുന്നത് കാലാപ്പാടി എന്ന് പറയുന്ന മാവിനമാണ്. നമുക്ക് ചട്ടിയിലൊക്കെ വളരെ നന്നായിട്ട് വളർത്താവുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കാലാപ്പാടി. ഈ കാണുന്നതും കാട്ടിമോൺ എന്ന് പറയുന്ന ഒരു മാവിൻ്റെ പ്ലാന്റാണ്. ഇതുപോലെ കുറേ വെറൈറ്റികൾ ഡ്രമ്മിൽ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ഉടൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം.
കൃഷികൾ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.